നമസ്കാരം, ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിം ബീറ്റ് മലയാളം. മമ്മൂട്ടി, ലാലു അലക്സ്, ഉർവശി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചലച്ചിത്രമാണ് മൃഗയ എന്ന് പറയുന്നത്. IV ശശിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം 1989 റിലീസ് ചെയ്തത്. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടി വാറുണ്ണി എന്ന ഒരു നായാട്ടുകാരൻ്റെ വേഷത്തിലാണ് ഈ ചിത്രത്തിലെത്തിയത്. ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച അഭിനേതാവിനുള്ള കേരള സർക്കാർ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കുകയും ചെയ്തു. KRG എൻ്റർപ്രൈസസിൻ്റെ ബാനറിൽ KRG നിർമ്മാണം ചെയ്ത് IV ശശി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രം KRG റിലീസായിരുന്നു അന്ന് വിതരണം ചെയ്തത്. ലോഹിതദാസ് ആണ് ഈ ഒരു ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് ശങ്കർ ഗണേശുമാണ്. നമുക്കറിയാം, പുലിമുരുകൻ ഇറങ്ങിയ സമയത്തൊക്കെ മൃഗയെക്കുറിച്ചുള്ള ഫാൻ ഫൈറ്റുകൾ വളരെ വ്യാപകമായി തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നതാണ്. എന്തായാലും ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ യഥാർത്ഥ പുലിക്കൊപ്പം മമ്മൂട്ടി അതിസാഹസികമായിട്ടാണ് അഭിനയിച്ചതെന്ന് നേരത്തെ IV ശശി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. 2 ലോങ് ഷോട്ടിൽ മാത്രമാണ് മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചതെന്നും പുലിയെ ഉപയോഗിച്ചുള്ള രംഗങ്ങളെല്ലാം വളരെ സാഹസികമായിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നും IV ശശി നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇനി നമുക്ക് കഥയിലേക്ക് വരികയാണെങ്കിൽ, പുലി ഇറങ്ങി അരക്ഷിതമായ സ്വന്തം ഗ്രാമത്തെ രക്ഷിക്കാൻ സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആ നാട്ടിലെ അച്ഛനും ഈ ഒരു വേഷം ചെയ്ത തിലകനാണ്. അതുപോലെ തന്നെ ഫിലിപ്പോസ് മുതലാളിയും ആ വേഷം ജഗന്നാഥവർമ്മയാണ് ചെയ്തത്. യോഗം വിളിച്ച് അവിടെ ഒരു വേട്ടക്കാരനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ്. ഫിലിപ്പോസ് മുതലാളിയുടെ പണ്ടത്തെ സുഹൃത്ത് വേട്ടക്കാരൻ ചേറുണ്ണിയെ ക്ഷണിച്ച് കത്തയച്ചപ്പോൾ ആ നാട്ടിലേക്ക് വന്നത് മരിച്ചുപോയ ചേറുണ്ണിയുടെ മകൻ വാറുണ്ണിയായിരുന്നു. പുലിയെ കൊല്ലാൻ നാട്ടിൽ തമ്പടിച്ച വാറുണ്ണിയുടെ കുത്തഴിഞ്ഞ ജീവിതം നാട്ടുകാർക്ക് ഒരു ശല്യമായി മാറുകയാണ്. നാട്ടുകാർ വാറുണ്ണിയെ ഒരു നികൃഷ്ട ജീവിയെ പോലെ അകറ്റി നിർത്തുകയാണ്. പുലിയുടെ ആക്രമണത്തിൽ അമ്മ നഷ്ടപ്പെട്ട ഭാഗ്യലക്ഷ്മിക്ക് വാറുണ്ണിയുടെ ഒരു സഹതാപമുണ്ട്. ആ നാട്ടിൽ സുനിതയാണ് ആ ഒരു വേഷം ചെയ്തത്. ഭാഗ്യലക്ഷ്മി എന്നൊരു ക്യാരക്ടറായിട്ട് സുനിതയ്ക്ക് മാത്രമാണ് വാറുണ്ണിയുടെ ഒരു സഹതാപമുള്ളത്. വാറുണ്ണിയോടുള്ള ഈ ഭാഗ്യലക്ഷ്മിയുടെ അടുപ്പം കാമുകനായ തോമസ് കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കുന്നു. തോമസ് കുട്ടി എന്ന വേഷം ചെയ്ത് മഹേഷാണ്. അങ്ങനെ വാറുണ്ണിയുമായിട്ടുള്ള ഒരു സംഘർഷത്തിനിടെ തോമസ് കുട്ടി അബദ്ധത്തിൽ കൊക്കയിലേക്ക് വീണ് മരിക്കുകയാണ്. അറിയാതെയാണെങ്കിലും തോമസ് കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി താനാണെന്ന ചിന്ത വാറുണ്ണിയെ അസ്വസ്ഥനാക്കുകയാണ്. പള്ളിയിൽ കുമ്പസിരിച്ച വാറുണ്ണിയുടെ ഉള്ളിലെ മനുഷ്യത്വം പനങ്ങോടച്ഛൻ തിരിച്ചറിയുകയാണ്. നാട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് വാറുണ്ണിയെ സംരക്ഷിക്കുന്ന അച്ഛൻ, അതുപോലെ തന്നെ തോമസ് കുട്ടി ഓടിച്ചിരുന്ന കാളവണ്ടി വാറുണ്ണിക്ക് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കുകയും ചെയ്തു. നല്ല നടപ്പ് മൂലം നാട്ടുകാരുടെ വെറുപ്പ് പതുക്കെ മാറ്റിയെടുക്കുന്ന വാറുണ്ണിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തോമസ് കുട്ടിയുടെ സഹോദരിയെ, അതായത് ഉർവശിയെ വിവാഹം ചെയ്യാൻ സമ്മതിക്കേണ്ടി വരികയാണ്. ഇതറിഞ്ഞ തോമസ് കുട്ടിയുടെ മരണത്തിൻ്റെ ഒരേ ഒരു ദൃക്സാക്ഷിയായ ഭാഗ്യലക്ഷ്മി തോമസ് കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി വാറുണ്ണിയാണ് എന്നുള്ള വിവരം പുറത്തറിയിക്കുകയാണ്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന് മുൻപ് പുലിയെ കൊന്ന് നാട്ടുകാരെ രക്ഷിച്ച് വാറുണ്ണി അറസ്റ്റ് വരിക്കുകയാണ്. മൃഗയുടെ കഥ എന്ന് പറയുന്നത് ഇതാണ്. എന്തായാലും മൃഗയുടെ കഥ ലോഹിതദാസാണ് ആദ്യം സംവിധായകനോട് പറയുന്നത്. വാറുണ്ണിയെ പോലെ തന്നെ ലോഹിതദാസിന് പരിചയമുള്ള ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. അയാളുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മൃഗയെ എന്ന സിനിമ ഇറക്കിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ പോലെ ഗ്രാഫിക്സും VFXും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുലിയെ ഉപയോഗിച്ചിട്ടുള്ള രംഗങ്ങളെല്ലാം വളരെ സാഹസികമായിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലുള്ളത് യഥാർത്ഥ പുലിയല്ല, മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചു എന്നൊക്കെ ഒരു ആരോപണങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നിരുന്നു. പുലിമുരുകൻ ഇറങ്ങിയപ്പോഴും ഇതേ ആരോപണങ്ങൾ വീണ്ടും വന്നു. എന്നാൽ അതിലൊന്നും വാസ്തവമില്ല. ആകെ 2 ലോങ് ഷോട്ടിൽ മാത്രമാണ് മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചത് എന്ന് സംവിധായകൻ തന്നെ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ചെന്നൈയിൽ നിന്നും ട്രെയിനിങ് കഴിഞ്ഞ് കൊണ്ടുവന്ന പുലിയാണിത്. എന്നാലും മൃഗമാണ്. സംഘടന രംഗത്തിൻ്റെ ഇടയ്ക്ക് അതൊന്നും മമ്മൂട്ടിയെ കടിച്ചാൽ തീരുമായിരുന്നുവെല്ലാം. യാതൊരുവിധ മുൻ പരിശീലനവും ഇല്ലാതെയാണ് മമ്മൂട്ടി പുലിയുമായിട്ടുള്ള സംഘട്ടനത്തിന് തയ്യാറായതെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. എന്തായാലും ഷൂട്ടിംഗ് സെറ്റിൽ വന്നപ്പോഴാണ് അദ്ദേഹം ആ ഒരു പുലിയെ കാണുന്നത് തന്നെ. പുലിയുടെ ഒരു ട്രെയിനറുണ്ട്. അയാൾ ഷൂട്ടിങ്ങിന് മുമ്പ് പുലിയുമായി സംഘട്ടനം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ച് കൊടുക്കുകയായിരുന്നു. അത് നോക്കിയിട്ട് നേരെ ക്യാമറയുടെ മുമ്പിൽ വന്ന് അദ്ദേഹം ചെയ്യും. അതായിരുന്നു പതിവ്. ആദ്യത്തെ 2 ദിവസം മമ്മൂട്ടിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ഒരു കഥാപാത്രവുമായി അദ്ദേഹം അലിഞ്ഞു ചേർന്നതോടെ നല്ല രീതിയിൽ ആ സംഘടന രംഗങ്ങളിൽ അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചു എന്നും IV ശശി ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്തായാലും 30 ദിവസം കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി എടുത്തത്. മലയാള സിനിമയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ വാറുണ്ണി എന്നൊരു കഥാപാത്രം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മികച്ച ഒരു ക്യാരക്ടറായിട്ടാണ് എടുത്തു പറയാം. കാരണം അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡും ആ ഒരു സിനിമയിലൂടെ ലഭിക്കുകയുണ്ടായി. എന്തായാലും നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും വരാം. ഇത് ഫിലിം ബീറ്റ് മലയാളം.